ഇനി 6 മണി തൊട്ട് 6:30 വരെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട്, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ച് പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന ഫാമിലിയായിട്ട് കുരിശ വരയ്ക്കുന്നതൊക്കെ നമ്മൾ എന്താക്കും, മുടക്കും. തന്നെയാകുമ്പോൾ നമ്മൾ അതെല്ലാം നിർത്തും. നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയ കാര്യങ്ങളിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ അത് ഒറ്റയ്ക്ക് ചെല്ലണ്ടേ, അല്ലെങ്കിൽ ഒരു പ്രെയർ ഒറ്റയ്ക്ക് ചെല്ലണ്ടേ എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലോട്ട് വരും. അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫാമിലി ആയിട്ട് വിട്ടു പോകുമ്പോൾ നമുക്ക് കൊന്ത ചെല്ലാനും അതേപോലെ എല്ലാത്തിനും മടി തോന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ കൊന്തയുടെ വീഡിയോസ് ഉണ്ട്. ഷാലോം ടിവിയിലായാലും അങ്ങനെ ഒത്തിരി കൊന്തയുടെ വീഡിയോസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് തന്നെ ഇരുന്ന് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഹെഡ്ഫോണോ അല്ലെങ്കിൽ നമുക്ക് ഇയർഫോണോ അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒറ്റയ്ക്കായാലും ഇതിരുന്ന് കൂടാം. നമുക്കൊരു ഒറ്റയ്ക്കിരുന്ന് കൂടാൻ പറ്റാത്തവരോട് ഞാൻ ഇത് പറയുന്നതാണ്. കാരണം ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അറിയത്തില്ലാത്തവരോട് ഞാൻ പറയുന്നത്, യൂട്യൂബിലൊക്കെ ജപമാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതായാലും കൂടാം. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാനിത് പറഞ്ഞു തരുന്നതാണ്. നമ്മളൊക്കെ ഒരു ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പം അവിടെയുള്ളത് എന്താ, നമ്മൾ ചെല്ലണോ വേണ്ടയോ, നമ്മൾ തന്നെയല്ലേ, അതിന് വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇതിലോട്ട് പോകും. സോഷ്യൽ മീഡിയ കാര്യങ്ങളിലോട്ട് കൂടുതലും ആക്റ്റീവ് ആകാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കുന്നതും അതുപോലെ തന്നെ പ്രെയർ ഇല്ലെന്നതും ഒക്കെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി മാറി ഫുൾ വേറൊരു മായാലോകത്തിലോട്ട് നമ്മൾ പോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തതാണ്.